ഹരി ഓം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോക്കിലം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദലയോർവായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യച്ഛോകവന്യം ജനകാത്മജായാഃ ആദായ തേനേവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ഹരി ഓം. ഹിന്ദു വിശ്വാസ് ചാനലിലെ രാമായണ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ച സംഘാടകരോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് രാമായണം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ദൃഢമായി സങ്കല്പിച്ചുകൊണ്ട്, എന്തുകൊണ്ട് വാൽമീകി മഹർഷി രാമായണം രചിക്കാൻ ആലോചിച്ചു, നിശ്ചയിച്ചു? വാൽമീകി മഹർഷിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മമൂർത്തിയെ അവതരിപ്പിക്കണം, അങ്ങനെ ഒരു ഇതിഹാസം രചിക്കുന്നതിൻ്റെ പിറകിലെ പ്രേരണ എന്താണ്? ശാശ്വത ധർമ്മ മൂല്യങ്ങൾ സമാജത്തിൽ എന്നും നിലനിൽക്കണം. അതിനുവേണ്ടി ഒരു ചരിത്രം അന്വേഷിക്കുകയായിരുന്നു. ശ്രീനാരദരാണ് രാമചരിതം വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്രകാരം തനിക്ക് ലഭിച്ച രാമോ വിഗ്രഹവാൻ ധർമ്മവിഗ്രഹനായ രാമൻ്റെ ചരിതം വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ഇത് നമുക്ക് ലഭിച്ച ഭാരത സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ള വലിയൊരു തപപ്രസാദമാണ്, വരദാനമാണ്. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന അനവധി പേര് ധർമ്മിഷ്ഠമായ ജീവിതം കൊണ്ട് പ്രകാശം ചൊരിയുന്നു. മറിച്ച് രാവണ പക്ഷപാതികളാവട്ടെ അധർമ്മത്തിനാണ് നിദർശനമാവുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ വളർച്ചയ്ക്കും വികാസത്തിനും സുസ്ഥിതിക്കും കാരണമായ ധർമ്മത്തിൻ്റെ പാഠങ്ങൾ രാമായണത്തിൽ വ്യാപകമായി വർണ്ണിക്കുന്നു. രാമപക്ഷപാതിയായ അനവധി പേരിൽ ശ്രീമദ് ഹനുമാൻ കൂട്ടത്തിൽ കളങ്കമറ്റ ഭക്തിയുടെയും ധീരവീര പരാക്രമത്തിൻ്റെയും അതുപോലെ തന്നെ ഉചിതമായ ആസൂത്രണത്തിൻ്റെയും ഉജ്ജ്വലമായ വിജയത്തിൻ്റെയും ഒക്കെ എക്കാലത്തെയും ഉദാഹരണമായി പരിലസിക്കുന്നു. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസരി നന്ദനൻ എന്നും ഒരു പ്രചോദനമായി പരിലസിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കുട്ടികൾക്കും അതെ. ജയ് ഹനുമാൻ എന്ന പ്രയോഗം കുട്ടികളെയും നന്നായിട്ട് ആകർഷിക്കുന്നു. ആരായിരുന്നു കേസരി നന്ദൻ? കേസരി നന്ദനെക്കുറിച്ച്, അഞ്ജനാപുത്രനെക്കുറിച്ച്, സാക്ഷാൽ ഹനുമാനെക്കുറിച്ച് നമുക്കിന്ന് ശ്രദ്ധിക്കാം. രാജ്യമില്ലാത്ത രാജാവിൻ്റെ ജോലിയില്ലാത്ത മന്ത്രി എന്ന് ഹനുമാൻ്റെ പൂർവാശ്രമത്തെ ചിത്രീകരിക്കട്ടെ. പൂർവാശ്രമം എന്ന് പറഞ്ഞാൽ അത്ര ഒരു പഴയ കാലം എന്ന നിലയിലല്ല ഉദ്ദേശിക്കുന്നത്. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കണ്ട് കിട്ടും വരെ യുവജനങ്ങളുടെ ഇടയിൽ ടേണിംഗ് പോയിൻ്റ് എന്ന വാക്ക് വളരെ പ്രശസ്തമാണ്. അവർക്ക് വലിയൊരു ശല്യമായിട്ട്, കുട്ടികൾക്കായാലും ശരി യുവജനങ്ങൾക്കായാലും ശരി വിദ്യാർത്ഥി ലോകത്തിന് വലിയ ശല്യമായി തോന്നുന്ന ഒരു പ്രയോഗമാണ് ടേണിംഗ് പോയിൻ്റ്. 10th സ്റ്റാൻഡേർഡ് ടേണിംഗ് പോയിൻ്റ്, +2 ടേണിംഗ് പോയിൻ്റ്. പക്ഷേ പലപ്പോഴും ടേണിംഗ് പോയിൻ്റ് എന്ന് രക്ഷിതാക്കളോ അധ്യാപകന്മാരോ ഒന്നും പറയുന്നത് ടേണിംഗ് പോയിൻ്റ് ഒന്നും ആവാറില്ല പലരുടെയും ജീവിതത്തിൽ. പക്ഷേ മാരുതിയുടെ കാര്യത്തിൽ ടേണിംഗ് പോയിൻ്റ് ആയത്, എക്സാക്ട്ലി അക്ഷരാർത്ഥത്തിൽ ഒരു വഴിത്തിരിവായത് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കണ്ടുമുട്ടുന്നതാണ്. കാരണം അതുവരെ രാജ്യമില്ലാത്ത രാജാവ് സുഗ്രീവൻ, ജോലിയില്ലാത്ത മന്ത്രി, പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുന്ന സമയത്താണ് രാമചന്ദ്ര പ്രഭുവിനെ കണ്ടുമുട്ടുന്നത്. ഇരുവരുടെയും സമാഗമം ഇരുവർക്കും വലിയ മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. രാമൻ അത്ഭുതത്തോടെ ലക്ഷ്മണനോട് പറയുന്നു, സകല വേദാംഗങ്ങളൊക്കെ അധ്യയനം ചെയ്ത യോഗ്യനായ വാഗ്മിയാണ്. ഇത്തരത്തിലുള്ള ദൂതന്മാർ ആർക്കുണ്ടോ ആ രാജാക്കന്മാർ ഒരിക്കലും പരാജയപ്പെടില്ല. ഹനുമാനെ പുകഴ്ത്തുന്നുണ്ട്.
ഹനുമാൻ ഒരിക്കൽ രാമനെ കണ്ടെത്തിയതോടെ ഹിയർ ഈസ് മൈ മാസ്റ്റർ, എൻ്റെ പ്രഭു, എൻ്റെ ആചാര്യൻ, എൻ്റെ സ്വാമി ഇതാ എന്ന് തിരിച്ചറിഞ്ഞു. അതോടുകൂടി ജീവിതത്തിൽ വലിയ പരിവർത്തനമായി. സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നതിന് ശ്രീരാമചന്ദ്രാദികളെ നയിച്ചത് ഹനുമാനാണ്. അതിനുശേഷം മാരുതി പ്രത്യേകമായ ഒരു ദൗത്യ നിർവഹണത്തിന് നിയോഗിക്കപ്പെട്ടവനായി. എന്തായിരുന്നു ആ ദൗത്യം? ജാനകിയെ കണ്ടെത്തണം. കോടിക്കണക്കിന് വാനരന്മാരെയാണ് സുഗ്രീവൻ വിളിച്ചുകൂട്ടി ഈ ദൗത്യത്തിന് ഏർപ്പാടാക്കിയത്. അവരിൽ ദക്ഷിണ ഭാഗത്തേക്ക് അന്വേഷണവുമായി പോയവരുടെ കൂട്ടത്തിൽ അംഗദനായിരുന്നു നേതൃത്വം. മാരുതി പങ്കെടുത്തു. അങ്ങനെ അവർ രാമേശ്വരം കടൽ തീരത്ത് എത്തിച്ചേർന്നു. കൃത്യമായ സൂചന സമ്പാദിയിൽ നിന്നും കൂടി കിട്ടി. ജാനകിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് ലങ്കയിൽ പാർപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരാൾ കടൽ താണ്ടിച്ചെന്ന് അവിടെ കൊട്ടാരത്തിൽ അന്വേഷിച്ച് ജാനകിയെ കണ്ടെത്തി വർത്തമാനം തിരിച്ചു വന്ന് പറയണം. അതിനാര് കടൽ ചാടിക്കടക്കും? ഇതായി അന്വേഷണം. അംഗദൻ ചോദിച്ച ചോദ്യത്തിന് പല വാനരന്മാരും തങ്ങളുടെ ചാടാനുള്ള ശേഷിയെക്കുറിച്ച് വാചാലരായെങ്കിലും മാരുതി മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ ജാംബവാൻ ചെന്നാണ് എന്തേ ഹനുമാൻ മിണ്ടാതിരിക്കുന്നു എന്ന് പ്രചോദിപ്പിച്ചത്. അപ്പോഴാണ് ഹനുമാന് സ്വാത്മവൈഭവത്തെക്കുറിച്ച്, ജാംബവാൻ ഹനുമാന്റെ കുട്ടിക്കാല ചെയ്തികളെയും പിന്നീട് നടത്തിയിട്ടുള്ള ഒരുപാട് പരാക്രമങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിച്ച സമയത്ത് ഹനുമാന് തൻ്റെ പ്രഭാവത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായി. ഇത് നമ്മുടെ പലരുടെയും അവസ്ഥയാണ്, യുവജനങ്ങളുടെയും കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥയാണ്. തങ്ങൾക്ക് ഒരുപാട് ശേഷികളുണ്ട്, കഴിവുകളുണ്ട് എന്നുള്ളത് അറിയില്ല. മറ്റുള്ളവർ പറഞ്ഞാലും അംഗീകരിക്കില്ല. ബോധ്യമായാലും ശരി അതിനെ ആവിഷ്കരിക്കാൻ ആലസ്യം കൊണ്ട് ഉദ്യമിക്കില്ല. അഥവാ തങ്ങളുടെ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ ഒരുമ്പെട്ടാലും അത് വേണ്ട രീതിയിൽ ദൂരക്കാഴ്ചയോടെ ആസൂത്രണം ചെയ്ത് കൃത്യമായി നടപ്പിലാക്കുക, വെൽ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ, ഇത് ചെയ്യാതെ പോകുന്നു. ഇത് വ്യാപകമായ ഒരു ദോഷമാണ്. അതുകൊണ്ട് മാരുതി ചരിതം പഠിക്കുന്നതിലൂടെ മാരുതിയുടെ കടൽ താണ്ടിയുള്ള യാത്രയും അതിനെ തുടർന്ന് യുദ്ധത്തിൽ മാരുതി ചെയ്ത സേവനങ്ങളുമൊക്കെ പരിഗണിച്ച് ഒരുപാട് പാഠങ്ങൾ കുട്ടികൾക്കായാലും ശരി യുവജനങ്ങൾക്കായാലും ശരി പഠിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു രംഗം ഇന്ന് അവതരിപ്പിക്കാമെന്ന് നിശ്ചയിച്ചത്. ജാംബവാനാൽ പ്രചോദിതനായ മാരുതിയുടെ ഓരോ കാൽവെപ്പും താങ്ങാൻ ഭൂമിദേവിക്ക് പ്രയാസം തോന്നിയെന്നാണ്. തനിക്കൊരു ലോഞ്ചിങ് ഇടം വേണം, ലോഞ്ചിങ് പ്ലാറ്റ്ഫോം. അതിനുവേണ്ടി മന്ദര പർവ്വതത്തെയാണ് കണ്ടത്. അതിൻ്റെ മുകളിലേക്ക് നടന്നു പോകുന്ന ഹനുമാന്റെ പാദതാടനമേറ്റ് ഭൂമി ഞെരുങ്ങിയതായിട്ട് വാൽമീകി മഹർഷി ചിത്രീകരിക്കുന്നു. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറി നിന്ന ശേഷം ഹനുമാൻ കടൽ താണ്ടി ലങ്കയിലേക്ക് ചെല്ലുന്നതിന് വേണ്ടി നടത്തിയ തയ്യാറെടുപ്പ് അത് വിശകലനം ചെയ്ത് പഠിക്കാൻ കുട്ടികൾക്ക് സാധിക്കണം, യുവജനങ്ങൾക്ക് സാധിക്കണമെന്നാണ് ആശംസ. അവിടെ ആദ്യം മാരുതി എന്താണ് ചെയ്യുന്നത്? മാരുതി സ്വന്തം കരുത്തിനെക്കുറിച്ച് സമഗ്രമായി ആലോചിച്ച് വീര്യത്തെ ആവാഹിച്ച ശേഷം സവേഗവാൻ വേഗ സമാഹിതാത്മാ ഹരിപ്രവീര പവനാത്മജ കപി മനസ്സമാധായ മഹാനുഭാവഃ ജഗാമലങ്കാം മനസാ മനസ്വീ. സവേഗവാൻ വേഗ സമാഹിതാത്മാ, വായുപുത്രനായതുകൊണ്ട് തൻ്റെ വേഗത്തെക്കുറിച്ച് സംശയമില്ല മാരുതിക്ക്. ആ വേഗങ്ങളെയൊക്കെ തന്നെ ആവാഹിച്ച് നിർത്തിയ ശേഷം ഹരിപ്രവീര പവനാത്മജ കപി, പവനപുത്രനായ കപീശ്വരൻ ഹനുമാൻ മനസ്സമാധായ മഹാനുഭാവഃ, മനസ്സിനെ വേണ്ടത്ര ഏകോപിപ്പിച്ച ശേഷം ഏകാഗ്രമാക്കിയ ശേഷം ജഗാമ ലങ്കാം, ലങ്കയിലേക്ക് പോയി. എങ്ങനെയാ പോയത്? മനസാ, മനസ്വി, മനസ്സുകൊണ്ട് ലങ്കയിൽ താൻ എത്തിച്ചേർന്നതായിട്ട് ഭാവിച്ചു. ഇന്നത്തെ കാലത്ത് മാനേജ്മെന്റ് രംഗത്ത്
സ്റ്റാർട്ടിങ് ഫ്രം ദി എൻഡ് എന്നൊരു പ്രയോഗമുണ്ട്. വാട്ട് യു വാണ്ട് ടു അച്ചീവ്, എന്താണോ നേടിയെടുക്കേണ്ടത് ആ നേടിയെടുക്കേണ്ടതിനെ നേടിയെടുത്തതായിട്ട് ചിന്തിച്ച് ലാൻഡ് മാർക്സ് പിറകോട്ട് കൽപ്പിച്ചു പോരട്ടെ. അപ്പം ഞാൻ അവിടെ എത്തി, അതിന് തൊട്ടു മുമ്പ് ഞാൻ എന്ത് ചെയ്തു ചെയ്യണം, അതിന് തൊട്ടു മുമ്പ് ഞാൻ എന്ത് ചെയ്തു ചെയ്യണം, ഇങ്ങനെ വേണം ആസൂത്രണം. ഇഫ് യു ഫെയിൽ ഇൻ പ്ലാനിങ് യു ആർ പ്ലാനിങ് ടു ഫെയിൽ. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, നാം ആസൂത്രണ വിഷയത്തിൽ പരാജയപ്പെടുമ്പോൾ ജീവിതത്തിൽ നാം പരാജയത്തിന് വേണ്ടി ആസൂത്രണം ചെയ്യുന്നു എന്ന് വരുന്നു. അതുകൊണ്ട് ദൂരക്കാഴ്ചയോടുള്ള ആസൂത്രണം. ഇവിടെ ലങ്കയിൽ എത്തിച്ചേർന്നു എന്ന് വിചാരിച്ചു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തന്നെക്കുറിച്ച് ഹനുമാൻ എന്താണ് ചിന്തിച്ചത്? വാട്ട് വാസ് ദി സെൽഫ് ഇമേജ്? എന്തായിരുന്നു തന്നെക്കുറിച്ചുള്ള ഒരു ചിന്ത? ഇന്ന് യുവജനങ്ങളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഒക്കെ ഐ എം യൂസ്ലെസ്, ഐ എം കെയർലെസ് എന്നിങ്ങനെയുള്ള ഒരു നിഷേധാത്മക ചിന്ത വ്യാപകമാവുന്നുണ്ട്. ഞാനൊന്നിനും കൊള്ളില്ല, എനിക്കൊന്നും സാധിക്കില്ല. ഇവിടെ ഹനുമാൻ എടുത്ത ആ ഒരു നിശ്ചയം ശ്രദ്ധേയമാണ്. എന്താണ് ഹനുമാൻ പറയുന്നത്? സ്വാത്മ അവബോധം, സെൽഫ് ഇമേജ്, അവനവനെ കുറിച്ചുള്ള പ്രതിച്ഛായ, ചിന്ത. അതെന്താണ് ചിന്തിച്ചത്? യഥാ രാഘവ നിർമുക്ത ശരശ്വസന വിക്രമ ഗച്ഛേത് തദ്വത് ഗമിഷ്യാമി ലങ്കാം രാവണ പാലിതം. രാവണനാൽ പാലിക്കപ്പെട്ട ലങ്കയിലേക്ക് ഞാൻ പോകും. എങ്ങനെയാ ഞാൻ പോവുക? യഥാ രാഘവ നിർമുക്ത ശരഹ ശ്വസന വിക്രമ. എപ്രകാരമാണോ രാമന്റെ ധനുസ്സിൽ നിന്ന് കുതിച്ച് ചെല്ലുന്ന ശരം വായുവേഗത്തിൽ ചെല്ലുന്ന അതുപോലെ ഞാൻ എന്ന് പറഞ്ഞാൽ തന്നെക്കുറിച്ച് ഹനുമാൻ ഈ ഒരു ഘട്ടത്തിൽ എന്താണ് ആലോചിക്കുന്നത്? പറയുന്നു, ഞാൻ രാമബാണത്തിൽ നിന്ന് വിനിർമുക്തമായ അസ്ത്രമാണ്. വീണ്ടും ഗച്ഛേത് തദ്വത് ഗമിഷ്യാമി, ആ പ്രകാരം ഞാൻ ഗമിക്കും. വീണ്ടും പറയുന്നു, ഞാൻ പക്ഷികളിൽ ഗരുഡനെ പോലെ വീര്യവാനാണ്. അപ്പൊ താൻ ഗരുഡനാണ്, രാമ ബാണമാണ് എന്നിങ്ങനെയൊക്കെയുള്ള ഒരു റിയലൈസേഷൻ. ഇതുപോലെ വേണം നമ്മൾ ഓരോരുത്തരും അവരവരുടെ കഴിവുകളെ ആഴത്തിൽ അറിഞ്ഞ് അതിൽ അഭിമാനിക്കാൻ തയ്യാറാവണം. അപ്പോൾ മാത്രമേ കാര്യങ്ങൾ യഥാവിധി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ലക്ഷ്യനിശ്ചയം, യഥോചിതമായ ആസൂത്രണം, അതുപോലെ തന്നെ കുശലത, ഇതൊക്കെ ഹനുമാനിൽ നിന്ന് പഠിക്കാനുണ്ട്. മാത്രവുമല്ല, യാത്രയിലുടനീളം പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ചിലർ പ്രലോഭിപ്പിക്കാൻ ഉദ്യമിക്കുന്നു. ഹനുമാനെ ക്ഷണിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് മൈനാകം. രാമകാര്യാർത്ഥം പോവുകയാണ്, മറ്റൊന്നിനും ഇപ്പോൾ നേരമില്ല എന്ന് മറുപടി. തുടർന്ന് സുരസ വന്നിട്ട് തൻ്റെ ബലം അളക്കട്ടെ എന്ന മട്ടിൽ നിന്ന് തടസ്സം സൃഷ്ടിച്ചു. ഇവിടെ ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാം എനിക്ക് ഇരയാണെന്ന് ബ്രഹ്മാവ് കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ വായയിൽ കടന്നു പോകണം എന്നായി. ഞാൻ നിന്നെ വിഴുങ്ങും എന്ന് പുറപ്പെട്ടു. ആ സമയത്ത് ഹനുമാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നിട്ട് കയറിക്കോളാം, എൻ്റെ കാര്യസാധ്യം അത് കഴിഞ്ഞിട്ടാവാം. പക്ഷേ സുരസ സമ്മതിക്കില്ല. ഒടുവിൽ വായയിൽ കയറിയല്ലേ വേണ്ടത്, അങ്ങനെ ബ്രഹ്മാവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നോട്ടെ, വാ പിളർന്നോളൂ എന്ന് ഹനുമാൻ അങ്ങോട്ട് വലുതായി. അങ്ങനെ സുരസ നന്നായി വാ പിളർന്ന സമയത്ത് ചെറുതായി ഉടനെ വായയിൽ കയറി പുറത്തിറങ്ങി, എന്നാൽ പോട്ടേട്ടോ. പിന്നീട് ഛായാഗ്രഹിണി, പരോക്ഷമായിട്ടുള്ള പ്രതിബന്ധമാണ്. ഇതൊക്കെ തന്നെ പ്രലോഭനത്തിൽ വഴങ്ങാതെ, ഭീഷണിയിൽ കുലുങ്ങാതെ, തടസ്സങ്ങളിൽ തളരാതെ ഉജ്ജ്വലം മുന്നോട്ടു പോയി ദൗത്യം നിർവഹിച്ചു വന്ന മാരുതി. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, യുവജനത്തിന് എന്നും പ്രചോദനമായിട്ട് ഈ ഒരു മാരുതിയെ ആരാധ്യനായി മാറട്ടെ എന്ന്. ഇത് നമുക്കൊക്കെയുള്ള ഒരു സന്ദേശമാണ്. സവിശദമായ പഠനം കൊണ്ട് മാരുതിയുടെ മാനേജ്മെൻറ്റ് സിദ്ധാന്തങ്ങൾ നമുക്ക് പ്രായോഗികമാക്കാൻ സാധിക്കട്ടെ. ജയ് ഹനുമാൻ. ഹരി ഓം.